മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ചേരിതിരിഞ്ഞുള്ള ട്രാൻസ്ഫർ സംഘർഷങ്ങൾ ഇനി ഇന്ത്യൻ ഫുട്ബോൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് കിരീടം നേടിയതോടുകൂടി അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ രണ്ട് ടീമുകൾക്കും ഒരു ഔദ്യോഗിക പരിശീലകനില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ട് ടീമുകളും ഒരേ പരിശീലകരെ തന്നെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ISL എക്സ്പീരിയൻസ് ഉള്ള പരിശീലകരെ രണ്ട് ടീമുകളും കണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയും. പരിശീലകരെ തന്നെയാണ് കണ്ട് സംസാരിച്ചത്. ആ ഒരു ഓപ്ഷൻ മാത്രമല്ല, ഈസ്റ്റ് ബംഗാൾ ട്രാക്കിലാക്കാൻ ശ്രമിക്കുന്ന പരിശീലകരെ മോഹൻ ബഗാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മോഹൻ ബഗാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പരിശീലകരെ ഈസ്റ്റ് ബംഗാൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ താരങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് ക്ലബ്ബുകളും തമ്മിൽ നേരത്തെ കടിപിടി കൂടിയത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. ഇപ്പം പരിശീലകർക്കും വേണ്ടി കടിപിടി കൂടാൻ തുടങ്ങിയതോടുകൂടി പിന്നെ OCI പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ മറ്റെല്ലാ ക്ലബ്ബുകളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും സമ്മതം അറിയിച്ചു. സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ ബംഗാൾ ക്ലബ്ബുകളുടെ കിടമത്സരം തന്നെയായിരിക്കും. ഇനി മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും കട്ടയ്ക്ക് നിന്ന് പോരടിക്കുമ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ ആവേശം ഒന്ന് കൊഴുക്കും. ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ക്ലബ്ബുകൾ ഓൾറെഡി ഡ്രിവൺ ഔട്ട് ചെയ്ത അവസ്ഥയിലാണ്, പുൾ ഔട്ട് ചെയ്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഹോം ഗ്രൗണ്ട് പോളിസിയിലേക്ക് തിരിയുന്നു, വലിയ വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നില്ല, നാഷണൽ ടീമിലേക്ക് യുവതാരങ്ങളെ സംഭാവന ചെയ്യുകയാണ് ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം അവരുടെ തേരോട്ടത്തിന് മുന്നിൽ ഇവരെന്ത് ചെയ്യാനാ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും.